ഒരു നിലപാടാണ് ഇത്. മന്നത്തോത്മാപനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകും. അവരുടെ നിലപാട് അവർക്കെടുക്കാം. അതൊരു സമുദായ സംഘടനയാണ്. അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട്. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യും, കൂടിയിരിക്കേണ്ടടുത്ത് കൂടി ഇരുന്നുകൊണ്ട് തന്നെ നല്ല തീരുമാനത്തിലെത്താൻ സഹായിക്കും. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. സമദൂരം, ശരിദൂരം, സമദൂരത്തിലെ സത്യത്തിനൊപ്പം NSS നിലപാടുകൾ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കേൾക്കുകയാണ്. ഇടതിനോട് ശരിദൂരം. കോൺഗ്രസ് BJP സമവായ നീക്കങ്ങൾക്കിടമില്ല. പ്രതിഷേധങ്ങളെ നേരിട്ട് കൊള്ളാം. പെരുന്നയിലെ ശരി ആർക്കൊപ്പം? സൂപ്പർ പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിൽ നിന്ന്, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. പ്രൊഡ്യൂസർ പ്രമോദ് പുഴങ്കരയാണ്. ഓക്കെ, സ്വാഗതം ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കും. ശ്രീ ജേക്കബ് ജോർജ്, ജി സുകുമാരൻ നായർക്കെതിരെ NSSൽ നിന്ന് തന്നെ ചില പ്രതിഷേധങ്ങൾ, ചില ബാനറുകൾ, ആ പ്രതിഷേധങ്ങളെ ഞാൻ നേരിട്ട് കൊള്ളാം, ഒന്നോ രണ്ടോ യോഗങ്ങളല്ല NSSനുള്ളത്, ഇവിടെ ഇത്രയുണ്ട്, ഞങ്ങൾക്കതറിയാം എന്തു ചെയ്യണമെന്ന്, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന തുറന്ന പ്രഖ്യാപനം സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ രീതിയിലുള്ളൊരു രാഷ്ട്രീയ നിലപാട്, അതും വളരെ പ്രകടമായി, ശക്തമായി, കൃത്യമായി NSS പറഞ്ഞു വെക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സുകുമാരൻ നായർ അങ്ങനെ പറയുന്നയാളാണ്. ജി സുകുമാരൻ നായർ, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ശേഷിയുണ്ട്. ആ ശേഷി പലപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം അറിയാമല്ലോ, സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോഴത്തേക്ക് വളരെ ക്രൂരമായിട്ടാണ് സുരേഷ് ഗോപി, BJP നേതാവ് എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി അവിടെ ചെന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാഞ്ഞത്. വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. അതാണ് സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ സമുദായം, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ സംഘടന, അത് അദ്ദേഹം ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി പോലെയാണ് കൊണ്ട് നടക്കുന്നത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ മാധു, എത്ര കരയോഗങ്ങളുണ്ട്? 10,000 കരയോഗങ്ങളുണ്ട്. 4,500 അതിൻ്റെ അകത്ത് ഒരു 2,230 കരയോഗങ്ങൾ BJP അനുഭാവികളാണ്, BJPയുടെ കൂടെ നിൽക്കുന്നതാണ്. ഏറെക്കുറെ പകുതി എന്നാണ്. ഏറെക്കുറെ പകുതിയുണ്ട്. അതെനിക്ക് കുറച്ചൊക്കെ അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന വിവരമാണ്. ഇവരെല്ലാം BJPക്ക് വോട്ട് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. BJPയുടെ നിയന്ത്രണത്തിലാണ്, RSSൻ്റെയോ BJPയുടെയോ നിയന്ത്രണത്തിലാണ്. ഇവരുടെ നിലപാട് എന്തായിരിക്കും? ഒരു കാരണവശാലും സുകുമാരൻ നായരുടെ ഈ നിലപാടിനോട് യോജിക്കത്തില്ലല്ലോ. അവരൊക്കെ പോസ്റ്റർ എഴുതാനും ബാനർ എഴുതാനും കാണും. പിന്നെ കോൺഗ്രസ്സുകാർ നല്ലപോലെയുണ്ട്, CPM നല്ലതുപോലെയുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് രാഷ്ട്രീയമായിട്ട് ഒരു സമുദായ സംഘടന രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ നിർണായകമായ തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ നേതാവ് അതിശക്തമായ, വളരെ ഷാർപ്പായ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർപ്പ് സംഘടനയ്ക്കകത്തുനിന്ന് ഉണ്ടാവും, സ്വാഭാവികമാണ്. അല്ല, ഇതിപ്പോൾ നോക്കൂ, ഇത് ആദ്യമല്ല, ഇതിന് നേരെ വിരുദ്ധ വഴിയിലായിരുന്നുവെങ്കിലും ശക്തമായ രാഷ്ട്രീയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് NSS പറഞ്ഞു. അത് അന്നത്തെ സർക്കാരിന് വിരുദ്ധമായ നിലപാടായിരുന്നു. വോട്ട് ചെയ്തതിന് ശേഷം സുകുമാരൻ നായർ വന്നിട്ട് ഇത് ഈ സർക്കാരിന്റെ അവസാനമായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അന്നൊന്നും സംഭവിച്ചില്ല, തുടർഭരണമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ചർച്ചയിലിരുന്ന ഒരു പ്രതിനിധി ശിക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ അന്ന് പ്രതിഷേധമുണ്ടായില്ല. NSSലുള്ളവർക്ക് കോൺഗ്രസ് അനുഭാവമുള്ളവർ, CPM അനുഭാവമുള്ളവർ, BJP അനുഭാവമുള്ളവർ, അങ്ങ് പറഞ്ഞതുപോലെ കരയോഗത്തിന് ഇന്ന കണക്കനുസരിച്ചുണ്ട് എന്ന് പോലും അന്ന് വളരെ ശക്തമായ നിലപാടെടുത്തൊരു പ്രതിഷേധമുണ്ടായില്ല. ഒരു വാക്ക് മിണ്ടിയിൽ ഉരിയാടിയില്ല. പക്ഷെ ഉണ്ടാവുന്നതിന് കാരണം NSS എന്ന് പറയുന്നത് സാധാരണ ഐക്യജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസ് മുന്നണിയുടെ ഒരു നാച്ചുറൽ അലൈ ആണ്. അതുകൊണ്ട് കോൺഗ്രസ് കുഴപ്പമില്ല. CPM ഇങ്ങനെ എതിർക്കാനൊന്നും പോകത്തില്ല. ജാതി സംഘടനയ്ക്കെതിരെ അങ്ങനെ പറയാൻ പറ്റുമോ? CPMന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സമുദായ സംഘടനയ്ക്കെതിരെ CPM ഇങ്ങനെ പറയുകയില്ല. നിന്നോ. എന്നിട്ടും അവർക്ക് വോട്ട് കിട്ടി, അവർക്ക് ജയിച്ചു, സീറ്റ് കിട്ടി. പക്ഷേ ഇവിടെ അത്ഭുതകരമാണ്, മാധു പറഞ്ഞതുപോലെ അത്ഭുതകരമാണ്. എന്തുകൊണ്ട് സുകുമാരൻ നായർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തു? അത് ഏറെക്കുറെ അദ്ദേഹം അങ്ങനെ സംഘടനയ്ക്കകത്ത് വലിയ ആലോചനകളൊന്നും നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് പ്രതിനിധി സംഘത്തിന് മുഴുവൻ പിന്തുണയുണ്ട്. അതാണ് ഇന്ന് ആ പ്രതിനിധി സഭയിൽ അദ്ദേഹത്തിന് അംഗങ്ങളെ കയ്യിലെടുക്കാൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. അതാണ് നേതാവിൻ്റെ ഗുണം. സുകുമാരൻ നായർ എന്ന നേതാവിൻ്റെ ഗുണം അതാണ്. അത് കാണിച്ചു.
പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘടനയ്ക്കകത്തു നിന്നോ നായർ സമുദായത്തിൻ്റെ പുറത്തു നിന്നോ ഒക്കെ എതിർപ്പ് വന്നാലും അതൊക്കെ നേരിടാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞതുപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന ശരീരദൂരവും സമദൂരത്തിലെ സത്യവും ഒക്കെ കൃത്യമായി ഈ NSSന്റെ അംഗങ്ങൾ അനുസരിക്കുമോ? ഒരിക്കലും അനുസരിക്കത്തില്ല. അനുസരിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നമുക്ക് അനുസരിക്കുന്നത് പ്രതീക്ഷിക്കാനും പറ്റില്ല. ഒരുപക്ഷെ സുകുമാരൻ നായർക്കും ഇത് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന പ്രഖ്യാപനം അല്ലേ, സമൂഹത്തിലുണ്ടാക്കുന്ന ചലനമുണ്ടല്ലോ, ഇതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ഭരണത്തിലേക്ക് പോകുന്നു, SNDP ഇങ്ങനെ വരുന്നു, ഒപ്പം നിൽക്കുന്നു NSS, 2 പ്രബല സമുദായ സംഘടനകൾ അനുകൂലിച്ച് നിൽക്കുന്നു. എന്നിട്ടും പോട്ടെ, SNDPയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. വെള്ളപ്പള്ളി ഓട് കടന്ന് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പം കോൺഗ്രസ്സിന് വീണ്ടും ഒരു പരാജയം കഴിഞ്ഞിരിക്കുകയാണ്, 2 പരാജയം അടുപ്പിച്ച് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് വീണ്ടും പരാജയമോ എന്ന ചിന്ത, എന്ന ചോദ്യചിഹ്നം കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങി നിൽക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാം. ശരി, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, അങ്ങനെ കോൺഗ്രസിന് പരാജയമാണോ എന്ന ആശങ്ക ഉണ്ടാക്കാൻ പോകുന്നതാണോ പെരുന്നയിലെ പ്രകമ്പനങ്ങൾ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകൾ, നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പോലും നമ്മൾ ഏതിനെക്കുറിച്ചാണ് എന്ന് സ്പെസിഫിക്കലി പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് ശ്രീ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമത്തിൽ വന്ന ഇൻ്റർവ്യൂ കൂടാതെ പല മാധ്യമങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതികരണങ്ങളിലൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, വസ്തുനിഷ്ഠമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം, ഒരു ടോപ്പിക്, ഒരു പ്രശ്നത്തിൽ മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് എന്ന് വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇതെന്തോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്ന് NSS പ്രവർത്തിക്കാൻ പോകുന്നു, ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കുന്നില്ല. കാരണം ഈ സമുദായ സംഘടനകളോട് എല്ലാ കാലത്തും സമുദായ സംഘടനാ നേതാക്കന്മാരോടായാലും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ സമുദായങ്ങളെയും എല്ലാ ജാതി മതങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് ഈ രാജ്യമുണ്ടായ കാലം മുതൽ തന്നെ, ഈ രാജ്യത്ത് ഈ നിയമങ്ങൾ ഉണ്ടായ കാലം മുതൽ തന്നെ, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എല്ലാ ജാതി മതങ്ങളെയും ഒരുപോലെ കാണുക, എല്ലാ ജാതി മതങ്ങളുടെയും വിശ്വാസങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് അന്നും ഇന്നും എന്നും കോൺഗ്രസ് നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച്, അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഞങ്ങൾ 3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. ഏറ്റവും ജെനുവിനായ പൊതുസമൂഹത്തിൽ, പൊതുമണ്ഡലത്തിൽ ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. അത് അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ള മാത്രമുള്ള നിലപാടാണ്. പ്രശ്നാധിഷ്ഠിതമായ പിന്തുണയാണ് എന്ന് പറയുമ്പോൾ അയ്യപ്പ സംഗമം കഴിഞ്ഞു, ബദൽ സംഗമവും കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നടന്ന പ്രതിനിധി സമ്മേളനവും അവിടെ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയവും ഒക്കെയാണ്, രാഷ്ട്രീയ നയപ്രഖ്യാപനവും ഒക്കെയാണ് ചർച്ചയാകുന്നത്. അങ്ങനെയാണെങ്കിൽ അയ്യപ്പ സംഗമം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ശരീരദൂരം, സമദൂരം, ഇനി ശരീരദൂരത്തിലെ തുടങ്ങിയ പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല. മാത്രമല്ല, ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി NSSന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നും, എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കിട്ടും, ഞങ്ങൾ 3ാം ഊഴത്തിലേക്കാണ്, കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് അവരതിനെ രാഷ്ട്രീയ പിന്തുണയായി തന്നെ കണ്ടുകൊണ്ടാണ്. അവരതല്ലാതെ എന്ത് പറയാൻ മാധു? ഞാൻ ചോദിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ ഇനിയും ഭരിക്കുമെന്നല്ലാതെ ഞങ്ങൾ ഇനിയും ഭരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അതവരുടെ വിശ്വാസമാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഭരിക്കുന്നത്? എന്താണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം അവർക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാനുള്ളത്? ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. അതിനു മുൻപ് ഞാൻ പറയുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒറ്റ കാര്യത്തിലെ ചർച്ചയുള്ളൂ. എന്തിനാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രതിനിധി സംഘം ഇവിടെ ഇന്ന് കൂടിയത്? NSS എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു യോഗം നടത്തേണ്ടതായിട്ട് വന്നത്? അപ്പോൾ അതിൻ്റെ കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം
അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ്. അല്ലാതെ അത് ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രതിനിധി സംഘം പിന്നെ യോഗം കൂടിയതൊന്നുമല്ല. NSSനകത്ത് തന്നെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ഏതൊക്കെ ജാതിയാണ് NSSലുള്ളത്, ഏതൊക്കെ മതമാണ് എന്നുള്ള ഒന്നും വേർതിരിച്ച് പറയാൻ ഞാൻ തയ്യാറില്ല. എല്ലാം അതിൻ്റെ അകത്തുണ്ടാകും. പക്ഷേ NSSനെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും ഞാൻ പറയുന്നത് ക്ഷമിക്കണം, ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം, സോറി ഞാൻ തെറ്റി പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പൊ ഇവിടെ നമ്മൾ വേർതിരിച്ചു പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ, BJP ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ, എത്രയുള്ളത്, അതൊന്നും കണക്കൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ത്തിൽപ്പെട്ടവരും അതിലുണ്ടാവാം. അതിനുപരിയായിട്ട് അതുകൊണ്ടാണോ ഇതിനെയും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്നൊന്നും അറിയില്ല. അതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് NSS എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരൊരു സമുദായ സംഘടനയാണ്, അവർക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ UDF അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഇപ്പം ലീഗിന്റെ ഭാഗത്തു നിന്ന് വേണം, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം നമ്മൾ ആദ്യം ചർച്ചയിൽ തുടക്കത്തിൽ കണ്ടു. അങ്ങനെ ഒരു സമവായ ശ്രമത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് ലീഗ് തയ്യാറാണ് എന്ന് അടക്കമുള്ള, അപ്പോൾ അവിടെ ഒരു സമവായം വേണം എന്ന് UDFൽ അഭിപ്രായമുണ്ട്. അല്ല, അതെന്താണെന്ന് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ അത് തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ, ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ അഭിപ്രായ പ്രകടനം നടത്തിയല്ലോ. എല്ലാ കാലത്തും ഞങ്ങൾ സമുദായ സംഘടനകളോട് വളരെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പാലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് CPMനെ പോലെ, CPMൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ശ്രീ സുകുമാരൻ നായരെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ശ്രീ വിജയരാഘവൻ എന്താണ് പറഞ്ഞത്? RSSുമായി ഏറ്റവും അടുത്ത ബന്ധമാണ്, ഈ RSSുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമുദായ സംഘടനയാണ് NSS എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലേ, ഇത് നായന്മാരുടെ എല്ലാം അട്ടിപ്പേരല്ല, അട്ടിപ്പേർ NSSന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനല്ലേ? ഇപ്പോ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് എന്താണെന്നുള്ളത് അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. കാരണം സ്വരച്ചേർച്ച ഇല്ലാത്തിടത്തല്ലേ ചേർച്ച ഉണ്ടാകുന്നത് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പുതിയ ചേർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ്. അല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ലോജിക്ക് അതിൻ്റെ അകത്ത് വേണം. ഞാൻ ചോദിക്കുന്നത്, കേരള രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുകളുടെ അവരുടെ ബോധ്യത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം മാറ്റങ്ങൾ സമുദായ സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. കാരണം ഈ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലായാലും ഇവരുടെ നിലപാടിൻ്റെ കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കാര്യത്തിൽ CPMൻ്റെ നിലപാടിൻ്റെ കാര്യത്തിലായാലും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വ്യത്യാസം വന്നു എന്നോ നിലപാട് മാറിയെന്നോ CPMന്റെ ഒരു നേതാവോ മുഖ്യമന്ത്രിയോ പറയുന്നില്ല. ഇപ്പോഴും യുവതികൾ വന്നാൽ പ്രവേശിപ്പിക്കും. കാരണം കോടതിയുടെ ഓർഡർ ഞങ്ങൾ വി ആർ ബൗണ്ട് ടു ഡു എന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നത്. അപ്പോൾ അതിൽ മാറ്റം വന്നിട്ടില്ല. അഫിഡവിറ്റ് മാറ്റി കൊടുക്കാൻ തയ്യാറാണ്. ഇതൊന്നും അറിയാത്ത ഇടമല്ല, ഇതൊന്നും അറിയാത്ത ആളുകളുമല്ല, വികസന പ്രവർത്തനമാണ്. ഇതൊന്നും അറിയാത്ത ആളുകളുമല്ല, ഇതൊന്നും അറിയാത്ത ഇടവുമല്ല, ഇതൊന്നും അറിയാത്ത ആളുമല്ല. അവർ പറയട്ടെ. ശരി, അദ്ദേഹം പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രതികരണം, ഇങ്ങനൊരു ചൂടുമാറ്റം ഉണ്ടാകുന്നതിന്റെ കൗതുകത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഒരു കൗതുകം എന്നതിനപ്പുറത്ത് ശക്തമായ രാഷ്ട്രീയ പിന്തുണ എന്ന നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും വായിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി അത് പ്രശ്നമല്ല എന്ന് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ സാമുദായിക ശക്തികൾ സാമുദായികമായ നിലപാടാണ് പറയുന്നത്, രാഷ്ട്രീയം അതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് VD സതീശൻ ആർജവത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ അത് അഭിമാനകരമായ നിലയാണ് എന്നുള്ളത് കൂടി പറഞ്ഞു പോകാതെ പറ്റുകയുമില്ല. അങ്ങനെ രാഷ്ട്രീയം എവിടെയെങ്കിലും പോയി നിന്ന് ഏതെങ്കിലും ഒരു ദയയ്ക്ക് കൈ നീട്ടി നിൽക്കേണ്ട ഒന്നല്ല എന്നുള്ളൊരു തെളിവ് കോൺഗ്രസിന്റെ നേതാവിനുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കാനേ ഉള്ളൂ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞല്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞതാണ്. ശ്രീ പ്രമോദ് പുഴങ്കര, ഇതിപ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് തലകുനിച്ച് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പണ്ട് ഈ പടിപ്പുര കൊട്ടി അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നത് പോലെ ഈ പറയുന്ന സാമുദായിക തറവാടുകളുടെ മുറ്റത്ത് പോയി പട്ടിണി പറയുന്ന നില രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവുക, അവിടെ നിന്ന് അത്താഴം സ്വീകരിക്കേണ്ടി വരുന്ന, കുറച്ച് കടുപ്പിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുക്കള മുറ്റത്ത് നിന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടി വരുന്ന സാഹചര്യം രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ദുരന്തമാണ്. അഭിമാനിക്കാൻ അതിൽ ഒന്നുമില്ല തന്നെ. പക്ഷേ അതിന് മാറ്റങ്ങൾ വരുത്താനുള്ള ശേഷിയുണ്ട് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പിന്തുണ ഒരു സമുദായം നൽകിയാലും ഇല്ലെങ്കിലും അതിന് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശേഷി ഇന്നുണ്ട് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ?
നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിന് ഈ നായന്മാരുടെ മൊത്തത്തിലുള്ള വോട്ടിനെ സ്വാധീനിക്കാനുള്ള, രാഷ്ട്രീയ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശേഷി പരിമിതമാണ്. പക്ഷേ അതിനെ കേവലമായൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാനതിനെ കാണുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തെയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാരയെയും സ്വാധീനിക്കാവുന്ന ചില തീരുമാനങ്ങൾ, അതിൻ്റെ പൊതുബോധത്തെ സ്വാധീനിക്കുന്ന ചില തീരുമാനങ്ങൾ, അതിലേക്ക് രാഷ്ട്രീയ കക്ഷികളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിലേക്ക് എത്തിക്കാവുന്ന ചില ശക്തികളായിട്ട് കേരളത്തിലെ ഇത്തരം സാമുദായിക സംഘടനകൾ നിലകൊള്ളുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് NSSുമായി ഈ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ഒത്തുതീർപ്പുകൾ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങൽ എന്നെല്ലാം കേവലമായ ഒരു വോട്ട് എന്നുള്ളതിനപ്പുറം, തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് കിട്ടുക എന്നുള്ളതിനപ്പുറത്തിൽ കേരളത്തിൻ്റെ പൊതുബോധത്തെയും രാഷ്ട്രീയ ശക്തികളെയും നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ് ഇത്. ഈ സാമുദായിക ശക്തികളുടെ ഈ ദുസ്വാധീനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും SNDP, NSS മുതലായ ഈ കക്ഷികൾ, ഈ സാമുദായിക ശക്തികളുടെ സ്വാധീനവും അതിൻ്റെ ഈ സ്വാധീനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ തുടർച്ചയായി കണ്ടുവരുന്നതാണ്. ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിമോചന സമരത്തിലാണ്. ഈ വിമോചന സമരത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ പറയുകയും കാണുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ SNDPയുടെയും NSSൻ്റെയും ഒക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളക്കോലായ നിരങ്ങുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇത്രയും കാലം പറഞ്ഞു നടന്ന നവോത്ഥാനത്തിൻ്റെയും നവോത്ഥാന പാരമ്പര്യത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വളരെ വിപ്ലവാത്മകമായി പരിവർത്തിപ്പിച്ചെന്ന് പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ എവിടെ കൊണ്ടുപോയി, ഏത് ആലയിൽ കൊണ്ടുപോയി കെട്ടി എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ കേരളത്തിലെ ഈ സാമുദായിക സംഘടനകൾ ആദ്യമായിട്ട്, ഇപ്പോൾ കോൺഗ്രസ്സിന് ഇതിൽ വലിയ വിരോധമൊന്നും കാണാൻ വഴിയില്ല. കോൺഗ്രസ് തങ്ങളുടെ ഒപ്പം NSS നിൽക്കുകയോ SNDP നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. സ്വാഭാവികമായിട്ടും SNDPയുടെയും NSSൻ്റെയും ഇപ്പോഴത്തെ നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ VD സതീശനൊക്കെ ഉള്ള നേതൃത്വത്തിനെ പിന്തുണയ്ക്കുന്നതിന് വ്യക്തിപരമായി തന്നെ വിമുഖരാണ് എന്നുള്ളൊരു പ്രശ്നം നേരിടുന്നുണ്ട്. അല്ലാതെ കോൺഗ്രസ്സിന് സാമാന്യമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോ ഇത്തരത്തിൽ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന ഇത്തരം സ്വാധീനത്തെക്കുറിച്ച് എതിരഭിപ്രായമൊന്നുമില്ല. അവർക്കതിൽ സന്തോഷമേ ഉള്ളൂ പിന്തുണയ്ക്കുകയാണെങ്കിൽ. വിമോചന സമരമെന്ന ജനാധിപത്യ വിരുദ്ധ സമരത്തിൻ്റെ കാലം തൊട്ടേ അത് ആസ്വദിച്ചു വരുന്നവരാണ് കോൺഗ്രസ് നേതൃത്വം. പ്രശ്നമെന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം കൈയാളുന്ന രാഷ്ട്രീയ കക്ഷികൾ, അവർ കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെ കൈയൊഴിഞ്ഞിട്ട് എത്രയോ കാലമായെങ്കിലും അവർ ഇപ്പോൾ ബൂർഷ്വാ നവോത്ഥാന മൂല്യങ്ങൾ പോലും, ലിബറൽ ഡെമോക്രസിയുടെ മൂല്യങ്ങളെപ്പോലും, ഉദാര ജനാധിപത്യത്തിൻ്റെ പുരോഗമന മൂല്യങ്ങളെ പോലും കൈയൊഴിയുന്ന ഒരു തലത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. NSSുമായുള്ള ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം NSSുമായി ഉണ്ടാക്കുന്ന ഈ ഒത്തുതീർപ്പ് CPM NSSുമായി മാത്രമല്ല ഉണ്ടാക്കുന്നത്, CPM ഹിന്ദുത്വ ഭൂരിപക്ഷവുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹിന്ദുക്കളുമായല്ല, ഹിന്ദുത്വ ഭൂരിപക്ഷവുമായിട്ടൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനാണ് കേരളത്തിൽ CPM ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ആഗോള അയ്യപ്പ സംഗമം കാണുന്നത്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ശബരിമലയുടെ വികസനത്തിനാണ് എന്നൊക്കെ വിശ്വസിക്കുന്നതിന് അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ലളിതമായ കാര്യം എല്ലാവരും അങ്ങനെയല്ല എന്ന് ധരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നോക്കൂ, ആഗോള അയ്യപ്പ സംഗമത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ക്രൗര്യം നിറഞ്ഞ ഹിംസാത്മകമായ രാഷ്ട്രീയ മുഖമായ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം, മനോഹരമായൊരു സന്ദേശമായി CPMൻ്റെ മന്ത്രി വാസവൻ വായിക്കുകയാണ്. യോഗി ആദിത്യനാഥ് വന്നിരുന്നെങ്കിൽ പിണറായി വിജയനും യോഗി ആദിത്യനാഥും കൈകൾ കോർത്തു പിടിച്ച് ഇത് കേരളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് നമ്മൾ അവിടെ കേട്ടേനെ. NSSനെ നോക്കുക. NSS എന്ന് പറയുന്നത് വെറും ഒരു സാമുദായിക സംഘടന മാത്രമല്ല. ഇപ്പോൾ SNDPയുടെ നേതൃത്വം എത്തിച്ചെന്ന ഒരു തലമുണ്ട്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാവുക എന്നുള്ളത്, മുസ്ലിം വെറുപ്പ്, ന്യൂനപക്ഷങ്ങളോടുള്ള വെറുപ്പ് ഒക്കെ ഉന്നയിക്കുന്ന പ്രചാരകരാവുക എന്നുള്ളത്, ഇത് എത്രയോ മുമ്പ് എത്തിച്ചേർന്ന ഒരു സംഘടനയാണ് NSS. കേരളത്തിലെ ഹിന്ദുത്വ സവർണ രാഷ്ട്രീയത്തിൻ്റെ പതാകവാഹകരായിട്ടുള്ള സംഘടനയാണ് ഒരു തലത്തിൽ NSS. അത് ശബരിമല സമരക്കാലത്ത് ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുമായിട്ടുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നുള്ളത് അതല്ല വാസ്തവത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വേരുന്നതിനുള്ള കാരണം. അത് വാസ്തവത്തിൽ ഒരു പൊതു സാമൂഹ്യ ശരീരത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പാകമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല സമരം ചെയ്തത് അതാണ്. നിങ്ങൾ കുലാചാരങ്ങളെയും ഹൈന്ദവതയുടെ അത്തരം ആചാര നിഷ്ഠകളെയും സവർണ ആചാര നിഷ്ഠകളെയും എല്ലാം ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും അതിൻ്റെ
പ്രചാരണം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജാതി വ്യവസ്ഥയുടെ ജാതിയുടെ പ്രാമുഖ്യത്തെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാം അവിടെ ശക്തിയാർജിക്കുന്നത് ഹിന്ദുത്വയാണ്. അല്ലാണ്ട് BJPയുടെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ളതല്ല. നോക്കൂ, വാസ്തവത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. NSSന് വർഗീയവാദികളുമായിട്ടുള്ള അടുപ്പക്കുറവ് എന്ന് പറയുന്നത് അവരെ വേണ്ടത്ര പരിഗണിക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ പ്രാമുഖ്യം കിട്ടാത്തതുകൊണ്ടാണ്. 1958 മെയ് മാസത്തിൽ ഗോൾവാർക്കർ കേരളത്തിൽ വന്നപ്പോൾ എറണാകുളത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. മന്നത്ത് പത്മനാഭനും R ശങ്കറും കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശാല ഹിന്ദു ഐക്യത്തിൻ്റെ പ്രാഗ്രൂപങ്ങളിലൊന്നായിട്ടുള്ള ഹിന്ദു മഹാമണ്ഡലം കേരളത്തിൽ ഉണ്ടാക്കിയത്. ഈ രഥയാത്രയുടെ മറ്റൊരു രൂപമായ വെൺകൊറ്റക്കുട ചൂടി ചുറ്റും പടയാളികളെ നിർത്തിക്കൊണ്ട് നടത്തിയ വിമോചന സമരക്കാലത്തെ ഈ യാത്ര നടത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് ഇത്തരത്തിലൊരു ജാതി സാമുദായിക ഹിന്ദുത്വ യാത്ര നടത്തിയ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. അങ്ങനെ NSSന്റെ ചരിത്രം രൂഢമൂലമായി കിടക്കുന്നത് പുരോഗമന വിരുദ്ധതയിലും ഇടതുപക്ഷ വിരുദ്ധതയിലുമാണ്. അതേ NSSനെ ഇന്ന് CPIM ഇന്ന് ആശ്ലേഷിക്കുന്നത് NSSൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഹിന്ദുത്വ ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിക്കുന്നതിനും പ്രീണിപ്പിക്കുന്നതിനും വേണ്ടി യോഗിയുടെ കത്ത് വായിക്കുകയും മാതാമൃതാനന്ദമയിയെ ആദരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ ഹിന്ദുത്വ ഭൂരിപക്ഷത്തിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ പ്രതീകങ്ങളും തങ്ങൾക്കൊപ്പമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇടതുപക്ഷം, മുഖ്യധാര ഇടതുപക്ഷം നടത്തുന്നത്. ആ ശ്രമം കേരളത്തെ പതിറ്റാണ്ടുകൾ പിന്നിലേക്കാണ് നടത്തിക്കുന്നത്. ശരി, ശ്രീ പ്രമോദ് പുണങ്കര, ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോ കോൺഗ്രസിനോടുള്ള വൈമുഖ്യം അവർ ചില കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ചു എന്നുള്ളതാണ് NSS ഇന്ന് വ്യക്തമാക്കുന്നത്. BJPയുടെ വൈമുഖ്യത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലടക്കം നിയമനിർമ്മാണം നടത്താം എന്നു പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ്. അതായത് ശബരിമല പ്രക്ഷോഭകാലത്ത് നിങ്ങൾക്കൊപ്പം പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു NSS. അതൊരു പൊതു ശരീരമായി കാണുകയാണെങ്കിൽ, പൊതു പ്രതിഷേധ ശരീരമായി കാണുകയാണെങ്കിൽ അതിൽ ഒരു വശത്ത് അണിനിരന്നവരാണ് നിങ്ങളെല്ലാവരും. NSSും സംഘപരിവാർ സംഘടനകളും BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെല്ലാം അവിടെ അണിനിരന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു യൂട്ടേൺ എടുക്കുകയാണ് NSS. അതായത് സർക്കാരിന് വിശ്വാസമാണ് ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ. ദേശീയ മാധ്യമങ്ങളിലടക്കം കൊടുത്ത ഇന്റർവ്യൂവിൽ കൃത്യമായി G. സുകുമാരൻ നായർ അടക്കം പറയുന്നുണ്ട്, സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവിടെ ആചാര ലംഘനത്തിന് അനുസൃതമായ ഒന്നിനും നിൽക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വിശ്വാസമില്ല, കാരണം നിങ്ങൾ അന്ന് കൊടുത്ത വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അന്ന് അതൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിനും സുവർണാവസരത്തിനും വേണ്ടി മാത്രമുള്ള കള്ളക്കളിയായിരുന്നു എന്ന് NSS തിരിച്ചറിഞ്ഞു എന്നാണോ? അല്ലേ മാധു, നമ്മൾ ഇപ്പോൾ മാധു കുറച്ച് ദിവസമായിട്ട് മാതൃഭൂമിയും ഒക്കെ ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ അതിൽ മാതൃഭൂമിയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ തോന്നുന്നുണ്ട്, ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, BJP ഒരു ഞെട്ടലോടെ കാണുന്നു, BJP പരുങ്ങലായി, അങ്ങനെ എന്തോ ഒരു വേർഡ് കണ്ടു. ഇവിടെ BJPക്ക് ഒരു ഞെട്ടലുമില്ല, പരുങ്ങലുമില്ല, ഒരു ഭയവുമില്ല. അത് ഇന്നലെയില്ല, നാളെയില്ല, ഇന്നുമില്ല. കാരണം എന്താണെന്ന് പറയുമ്പോൾ അത് ഇതിനകത്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ ഒരു നിലപാട് പറയുന്ന സമയത്ത് അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ BJPയും ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ നിരീക്ഷിക്കുമെന്നുള്ളത് കാര്യം കറക്റ്റാണ്. പക്ഷേ ആ നിരീക്ഷണം അത് എനിക്ക് അനുകൂലമായില്ല എങ്കിൽ അത് പരിപൂർണമായിട്ട് അത് പ്രയാസമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് അത് തെറ്റായൊരു കാരണമാണ്. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. NSSനെ സംബന്ധിച്ചും SNDPയെ സംബന്ധിച്ചും ഈ കേരളത്തിലുള്ള പുലയ മഹാസഭയായിക്കോട്ടെ, വിശ്വകർമ്മ സഭയായിക്കോട്ടെ, സാംബവ സമൂഹമായിക്കോട്ടെ, കുടുംബി സമൂഹമായിക്കോട്ടെ, എഴുത്തച്ഛൻ സമാജമായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ആ എല്ലാ പിന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, മുന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, മറ്റേതൊക്കെ ജാതി സംഘടനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും ഒരു തീരുമാനം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, അവരുടെ ഒരു തീരുമാനം നിലപാടുകൾ പറയുന്ന സമയത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് അവർ പറയുന്ന നിലപാട് അവർക്ക് ശരിയാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ശരി. അവരുടെ ശരിയും ഞങ്ങളുടെ ശരിയും ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരികളുണ്ട്. പക്ഷെ അവർക്ക് ഞങ്ങളോട് പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രയാസം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിക്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. സ്വാഭാവികമായിട്ട് NSSന്റെ നിലപാട് സ്വതന്ത്രമായ നിലപാട് NSS പറയുന്നു, SNDP പറയുന്നു, മറ്റെല്ലാ സംവിധാനങ്ങളും അത് പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. രാഷ്ട്രീയ പാർട്ടി അതിനെ എങ്ങനെ കാണണം
എന്നുള്ളത് അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ്. BJP യെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ വോട്ട് പേഴ്സൻറ്റേജിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവരും പിന്തുണ തന്നിട്ടല്ലല്ലോ. മധുവിന് അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതേപോലെയുള്ള നിലപാടുകൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ടാവും. നിലപാടുകൾ എടുത്തോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യം അവർ പറയുന്നതിൽ ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ല. ഞങ്ങൾക്കതിൽ ഭയവുമില്ല. ഞങ്ങൾക്ക് അതിനകത്തൊരു ടെൻഷനും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വികസിത കേരളം എന്ന് പറയപ്പെടുന്ന വലിയ സങ്കല്പമായി മുന്നോട്ട് പോകും. പിന്നെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വിഷയം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. GSTയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെക്കുറിച്ച് നിരവധി തവണ BJPയുടെ പ്രതിനിധികളടക്കം മാതൃഭൂമി ന്യൂസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം. അത് വലിയൊരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. നിങ്ങൾ അതിന് ചർച്ച ചെയ്യാൻ നിങ്ങൾ നേരമില്ല. 600ഓളം സീറ്റ് മെഡിക്കൽ മേഖലയിൽ അനുവദിച്ചത് കേരള സർക്കാർ എടുത്ത് വെറും 100 സീറ്റാണ്. ബാക്കിയെല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുത്തു. എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അത് പ്രയാസം ഉണ്ടാക്കിയെന്ന് അറിയുമോ? നിങ്ങളത് ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെ കേരളത്തിനകത്ത് ഇവരൊക്കെ ഇതൊക്കെ പറയുന്ന സമയത്ത് 24 മണിക്കൂർ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം മുങ്ങിപ്പോയി. മാതൃഭൂമി ന്യൂസാണ് ഞാൻ ലൈവായിട്ട് കണ്ടത്. ആ റിപ്പോർട്ടർ പോയി അനുഭവിച്ച വേദന അത് കേരളത്തിലാണ് നടക്കുന്നത്. റോഡില്ലാതെ, തോടില്ലാതെ, പാലമില്ലാതെ, വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ, ഇനിയിപ്പോൾ അതൊന്നും മഴ പെയ്താൽ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത അവസ്ഥ. എത്ര പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഒരു നിലപാട് ഒരു സ്വതന്ത്ര ഒരു സമുദായ സംഘടന പറഞ്ഞ സമയത്ത് ആ നിലപാടിൽ BJP വിറച്ചോ, BJP തകർന്നോ, BJP ഞെട്ടിയോ? BJP വറയ്ക്കാനും പോകുന്നില്ല, ഞെട്ടാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. നിലപാട് അവരുടെ പ്രതികരണം അടക്കം കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഉല്ലാസ് ബാബു, ഇത് നോക്കൂ, ഇതിപ്പോ CPM ഈ വിഷയം ആവശ്യത്തിന് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നൊരു നിലപാടെടുത്താണ് CPMന്റെ ഔദ്യോഗിക പ്രതിനിധി ഈ ചർച്ചയിലേക്ക് വരാത്തത്. BJPക്കും ഈ വിഷയം നിങ്ങൾ ആവശ്യത്തിന് ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്കില്ല എന്ന നിലപാടെടുക്കാം. നമ്മൾ ഈ വിഷയവും ഈ ചർച്ചയുടെ സമയവും ഒക്കെ കൃത്യമായി ഈ അതിഥികളെ നൽകുന്ന സംവിധാനത്തിന് അറിയിച്ചതിന് ശേഷമാണ് അങ്ങേ വളരെ ബഹുമാനപൂർവ്വം വിളിക്കുന്നത്. അപ്പൊ അങ്ങ് ആ വിഷയം ചർച്ച ചെയ്തില്ലോ എന്ന് കൊതിക്കറി പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഈ വിഷയം ചർച്ച ചെയ്യാനല്ലേ ഞാൻ അങ്ങേ വിളിച്ചത്. അല്ല, ഞാൻ മാധുര കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാൻ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനും കൂടി പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്ന് ഈ ചർച്ചയിൽ വന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. സ്വാഭാവികമായിട്ടും അഭിപ്രായം പറയാമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ മാധു, NSSന്റെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് മാധു ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒരു കാര്യം ഒന്നും പറഞ്ഞോട്ടെ മാധു. എനിക്ക് കുറച്ച് കേൾക്കുന്നതിൽ സൗണ്ട് കുറവാണ്, അതുകൊണ്ടാണ് ഇടയിൽ കയറുമ്പോൾ ഞാൻ മനസ്സിലാക്കാത്തത്. അതായത് NSSന്റെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി അതിനെടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കാണാൻ നല്ല രസമാണ്. കാരണം എന്താ അറിയോ, പെരുന്നയിലെ പോപ്പെന്ന് വിളിച്ച് ഇതേ NSSനെ കളിയാക്കിയത് ആരാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതി എന്ന് ഈ NSSനോട് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വേഷം കെട്ടൊന്നും വേണ്ട, നിങ്ങൾ കയ്യിൽ ദാർഷ്ട്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് വെച്ചേക്ക് എന്ന് പറഞ്ഞവരാണ് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അതും ഇതും അവരുടെ നമുക്ക് ഈ വായ കൊള്ളാത്ത കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത്. അതൊക്കെ എടുത്ത് ദൂര കൊട്ടയിലേക്ക് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ സാമുദായിക സംവിധാനത്തിലൂടെ വന്ന് അതാണ് ശരി എന്ന് വിശ്വാസ സമൂഹത്തെ അംഗീകരിച്ച് അവർ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ. നല്ലത്. ഇപ്പോൾ അതൊക്കെ അംഗീകരിച്ച് പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയൊക്കെ ഇടതുപക്ഷം വന്നുവെങ്കിൽ അതിനെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. അത് ജനങ്ങൾ എങ്ങനെ എനിക്കൊരു കാര്യം വളരെ ഡയറക്റ്റായാണ് ചോദിക്കാനുണ്ടായിരുന്നു, അങ്ങ് തൊട്ടില്ല. ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാമി ചർച്ചയിലേക്ക്. ശ്രീ ഉല്ലാസ് ബാബു, NSSന് നിയമനിർമ്മാണം നടത്താമെന്ന് പറഞ്ഞ് BJP പറ്റിച്ചു എന്നൊരു പരിഭവമുണ്ടെങ്കിൽ അത് പരിഹരിക്കുമോ? പെട്ടെന്ന് പറയണേ. അങ്ങത് പറയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചതാണ്, അങ്ങയുടെ അവസരമല്ല യഥാർത്ഥത്തിൽ. അല്ല, മാധു പറഞ്ഞല്ലോ ഒരു കാര്യം ഉല്ലാസിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചു, ഉല്ലാസ് അതിനെ തട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. അത് ഈ ചോദ്യമാണോ? അതെ. അതായത് മധു വളരെ കൃത്യമായിട്ട് പറയാം. വിശ്വാസികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വേണോ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യും. അതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികളൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്യും. അതിലൊരു പ്രയാസവും ആർക്കും വേണ്ട. പിന്നെ നിലപാടുകൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവർ നിലപാട് പറഞ്ഞോട്ടെ, നമുക്കതിനകത്തൊരു വിരോധവുമില്ല. BJP രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ കൃത്യമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ജനങ്ങളോടാണ്. ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൃത്യമായി BJP നിറവേറ്റിയിരിക്കും. അതിലാരും ജനങ്ങളോട് വളരെ ജനറലായി പറഞ്ഞൊരു കാര്യം എന്നുള്ളതല്ല, നിയമനിർമ്മാണം നടപ്പിലാക്കും എന്ന് കിട്ടിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് NSSന്റെ പരിഭവം. നിങ്ങൾ പറയുന്ന പരിഭവങ്ങൾ
പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കറക്റ്റായ സമയത്ത് കൃത്യമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് നിലപാടെങ്കിൽ അതിനായിരിക്കാം ഒരുപക്ഷെ അവർക്ക് പരിഭവം ഉണ്ടാവുക. ഞാൻ അങ്ങിലേക്ക് വരാം. NSSന് പറയാനുള്ള അവകാശവും നിലപാട് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ NSSനുണ്ടെന്ന് NSS പറഞ്ഞോട്ടെ. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ എടുക്കാനുള്ള അവകാശം BJPക്ക് ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം BJPക്ക് ഉണ്ടല്ലോ. അപ്പൊ BJPയുടെ സർക്കാർ, BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കും. അതിന് പറയുന്നു അതും പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. ശ്രീ ജേക്കബ് ജോർജ്, ഇതിൽ രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ചയാകുന്നതുമായ ഒരു കാര്യം, ഞാൻ വരാം ശ്രീ ഉല്ലാസ് ബാബു, അല്ലല്ല അത് ശരിയല്ല കേട്ടോ. പിന്നെ ശ്രീ ജേക്കബ് ജോർജ്, രണ്ടാമത് മറ്റൊരു തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CPM ഇപ്പോൾ NSS കാലാകാലങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനൊപ്പം തന്നെ ഇപ്പോൾ NSSന് പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. ഇതേപോലെ പ്രതിനിധി സംഗമം വിളിച്ച് ഈ പറയുന്ന 10,000 യോഗങ്ങളിൽ വിശദീകരിച്ചാൽ മതി. പക്ഷെ CPMന് അണികളോട്, ബഹുജനങ്ങളോട്, പോഷക സംഘടനകളോടൊക്കെ വിശദീകരിക്കണം. ആ കാര്യത്തിലും മാറ്റം വരുന്നുണ്ട്. NSSനോടുള്ള നിലപാടിൽ മാറ്റം വരുന്നുണ്ട്. ഈ സാമുദായിക സംഘടനകളോടുള്ള നിലപാടിൽ പൊതുവെ മാറ്റം വരുന്നുണ്ട്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഭക്തനാണ് എന്ന് പറഞ്ഞതിൽ ഒരു പ്രതികരണവും ഇതുവരെ MA ബേബി ഒഴിച്ച് മറ്റാരും എന്തെങ്കിലും ഒന്ന് മുട്ടിയും മൂളിയും പോലും ഒന്നും പറഞ്ഞില്ല. ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇത് വിശദീകരിക്കേണ്ട ബാധ്യത ഇല്ല എന്ന് പാർട്ടി പറഞ്ഞാൽ ഇല്ലാതാവുമോ? ഇല്ല, അത് അത്തരം കാര്യങ്ങളിൽ CPMന് ഒരു വലിയ സ്റ്റാൻഡ്, അത് അതിൻ്റെ കാഴ്ചപ്പാടിലും അതിൻ്റെ നിലപാടിലും ഊന്നിയുള്ള ഒരു നിലപാടായിരിക്കണം. ശബരിമല സ്ത്രീ പ്രവേശം ആ വിഷയം കത്തി നിന്നപ്പോൾ CPM നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അവർ നേരത്തെ എടുത്ത നിലപാടിട്ടിട്ട് ഓടിയില്ലേ, പക്ഷെ ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കോടതി വിധി വന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്ന് അന്ന് അങ്ങനെ കേട്ടിരുന്നു. അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. സുപ്രീം കോടതി വിധി വന്നാൽ അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അനുസരിക്കാൻ കടപ്പെട്ടവരാണ് എന്നാണ് അന്നത്തെ നിലപാട്. അതുകൊണ്ടാണ് അവർ യുവതികളെ പ്രവേശിക്കുന്നത്. അതിനൊപ്പം പക്ഷേ രാഷ്ട്രീയ നിലപാട് കൂടി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പുരോഗമനപരമാണ് എന്നതടക്കം. അതെ, സ്ത്രീകളോട് വിവേചനം പാടില്ല, ആ കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൽ ഒരു പക്ഷേ അവർക്ക് ആ നിലപാടിനകത്ത് മാറ്റം വരുത്തുന്നു എന്ന് തോന്നലുണ്ടാവാതിരിക്കാനായിരിക്കാം അവർ അതേക്കുറിച്ച് അധികം മിണ്ടാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു CPM സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചേരുമ്പോഴേക്ക്, സെക്രട്ടേറിയറ്റൊക്കെ ചേരുമ്പോഴേക്ക്, വെള്ളിയാഴ്ചയൊക്കെ ആവട്ടെ, ഇപ്പം ഇന്ന് ശനിയാഴ്ചയായി, ഇന്നലെ ചേർന്ന് എനിക്കറിയില്ല, അപ്പോൾ ഒരു തീരുമാനം വന്നേക്കുമായിരിക്കും. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. മുഖ്യമന്ത്രി ഏതായാലും പത്രക്കാരെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷും കാണും. അല്ലല്ല, അത് പറയണം. പക്ഷേ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു പറയുന്നത് BJPയുടെ കാര്യം അത് പോട്ടെ, നമുക്കൊരു അലവൻസ് കൊടുക്കാം. പക്ഷേ NSS എന്ന് പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സമുദായ സംഘടനയാണ്. അത് മന്നത്ത് പത്മനാഭൻ്റെ കാലം മുതൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ട് രാഷ്ട്രീയം കളിച്ചിട്ടുള്ള നേതാവാണ്. അന്നത്തെ കാലത്ത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹം എല്ലാ കളിയും കളിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ അന്നത്തെ വലിയ പ്രമുഖന്മാരായ പട്ടം മുതൽ അങ്ങോട്ട് C കേശവൻ മുതൽ അങ്ങോട്ട് വലിയ വലിയ നേതാക്കന്മാർ അവരെക്കാട്ടിലൊക്കെ മുമ്പിലെത്തുന്ന ഒരു നിലപാടും ഒരു കൂർമ്മബുദ്ധിയും ഒക്കെ ഉള്ളൊരു വലിയ നേതാവായിട്ട് മാറുമായിരുന്നു. ആ കൂർമ്മബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കും വരാത്തത്. അല്ല, അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല നേർബുദ്ധി കൊണ്ടാണ് കേട്ടോ. ഞാൻ പറയും, അദ്ദേഹം അത് സമുദായത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, അതുകൊണ്ടാണ് NSS ഇന്ന് ഇതുപോലെ നിൽക്കുന്നത്. NSS എത്ര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എത്ര ആതുരാലയങ്ങൾ, അതൊക്കെ മന്ദത്തിൻ്റെ സംഭാവനയാണ്. മന്ദമാണ് നേതൃത്വം കൊടുത്തത്. അത് വലിയ സംഭവമാണ്. അതിൻ്റെ ഒരു പിന്തുണ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു, കേരള രാഷ്ട്രീയം സംഭവബഹുലമാണ് ഇപ്പോഴും. ആ സംഭവബഹുലമായ കേരള രാഷ്ട്രീയത്തിൽ ഞാനൊരു പഴയ മാധുവിനേക്കാളൊക്കെ സീനിയറായിട്ടുള്ള ഒരാളാണ്. നമ്മളിത് കണ്ടാൽ ചാടി വീഴും. ഇതുപോലുള്ള കാര്യങ്ങൾ അത് പത്രപ്രവർത്തകന് ചാടി വീഴും. അതിനകത്ത് അതൊന്നും ഒരു പാപമല്ല. അത് ഇന്നത്തെ വിഷയവും ഇന്നലത്തെ വിഷയവും. എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ CPM ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ വിഷയം ആവശ്യത്തിന് ചർച്ച ചെയ്തു എന്ന നിലപാടിനപ്പുറത്ത് ഈ നിലപാട് മാറ്റം വിശദീകരിക്കാനുള്ള പെടാപ്പാട് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ വരേണ്ടതായിരുന്നു. CPMക്കാർ ഇവിടെ വരേണ്ടതാണ്. CPMൻ്റെ ശബ്ദം ഇവിടെ കേൾക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ അകത്തെ ഒരു പ്രബല കക്ഷി CPM ആണ്. നിലപാട് മാറ്റം മാത്രമല്ല, അത് തൊട്ടടുത്ത് സമാന്തരമായി CPMന്റെ നിലപാട് മാറ്റവും ഉണ്ടാകുന്നുണ്ട്. അത് വിശദീകരിക്കാൻ അത്ര എളുപ്പമാണെന്ന് ഞാൻ ദീപ്തി മേരി വർഗീസിനോട് പറയട്ടെ. ദീപ്തി മേരി വർഗീസ് പറഞ്ഞു ഇവിടെ കോൺഗ്രസിനെ കുറിച്ച്.
എനിക്കറിയാം കേരളത്തിൽ കോൺഗ്രസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ജാതി സംഘടനകളിൽ നിന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് ആയിട്ട് ഇങ്ങനെ രൂപീകരിച്ചാണ് വരുന്നത്. ജാതി സംഘടന അംശം കോൺഗ്രസിനകത്തുണ്ട്. NSS ആണെങ്കിലും SNDP ആണെങ്കിലും കോൺഗ്രസിനകത്തുണ്ട്. അതൊക്കെ കൂടിയതാണ് കോൺഗ്രസ്. പക്ഷേ ഇവിടെ NSS ഒരു നിലപാടെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു VD സതീശൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തന്നെയാണ് അഭികാമ്യം. ശക്തമായൊരു നിലപാട്. പണ്ട് AK ആൻ്റണി അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട്. ആൻ്റണി ബിഷപ്പുമാരെ കാണാൻ ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ ആൻ്റണി അങ്ങോട്ട് പോയില്ല. ആൻ്റണി തിരുവനന്തപുരത്തിരുന്നു. സാക്ഷാൽ ഇന്ദിരാഗാന്ധി വന്നിട്ട് പോയില്ല. ഒരു കൂസലുമില്ലാതെ ആൻ്റണി ഇവിടെ പിടിച്ചു നിന്നു. കാരണം ആൻ്റണിക്ക് അങ്ങനത്തെ ബന്ധം വേണ്ട. പള്ളിയും പട്ടക്കാരനും അതായത് കല്യാണം കഴിച്ച ആളാണ്. നിരാകരിച്ചും കൊണ്ട് സഭയെ സ്വന്തം മതത്തെ നിരാകരിച്ചും കൊണ്ട് കല്യാണം കഴിച്ച ആളാണ്. അതൊക്കെ ആൻ്റണിക്കുണ്ടാക്കിയ ഒരു വളർച്ചയുണ്ടല്ലോ, ഇമേജിൻ്റെ ഒരു ഹൈറ്റ്, ഉയർച്ച, ഔന്നത്യം. ശരിക്കും പറഞ്ഞാൽ VD സതീശൻ ആ ഒരു ലെവലിലാണ് ചിന്തിക്കേണ്ടത്. സതീശന് മാത്രമേ അത് കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ ശരിയാണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക ശക്തികൾ അത്തരത്തിൽ ഞങ്ങൾ പിന്തുണച്ചേക്കില്ല, ഇങ്ങോട്ടുള്ള വഴി മറന്നോ, ഇങ്ങോട്ട് ഇനി സമവായത്തിൽ വരേണ്ടതില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ആദർശത്തിൻ്റെ ഒരു ഉയർച്ച എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിൽ നേരിയ തോതിലുള്ള നീക്കുപോക്കുകൾ വേണമെന്നൊരു അഭിപ്രായം UDF-ൽ തന്നെ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി ഈ പറയുന്ന എല്ലാ സാമുദായിക സംഘടനകളെയും കൃത്യമായി ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഏറെക്കുറെ രമേശ് ചെന്നിത്തല ആ വഴിയിലൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടമാണോ അതോ ലാഭമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത്. ഇനി ലാഭമാണ് എങ്കിൽ അത് രാഷ്ട്രീയ ലാഭം മതി. ഈ പറയുന്ന വളരെ ആഘോഷിക്കപ്പെട്ട ചില വാക്കുകളുണ്ടല്ലോ, അവിടെ നിന്ന് നല്ല വന്നതെങ്കിൽ 4 വോട്ടിന് വേണ്ടി നട്ടല് വളയ്ക്കാനില്ല എന്ന നിലപാട് എടുക്കുകയാണെങ്കിൽ അതിനൊരു നഷ്ടമുണ്ടായാൽ അത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നേരിടുമോ അതോ കുത്തിപ്പറച്ചിലുണ്ടാവുമോ? മാധു ഈ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങനെ അങ്ങോട്ട് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ലല്ലോ. ഇവിടെ ആരാ പറഞ്ഞത് അങ്ങോട്ട് ഇനി ഞങ്ങൾ കയറില്ല, ഞങ്ങൾ ഇനി NSSന്റെ പഠിക്കലോട്ട് കയറില്ല? അങ്ങനെയൊന്നും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അല്ല താങ്കളുടെ ചോദ്യത്തിൽ അത്തരത്തിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പ്രതികരിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ കാലത്തും NSSുമായി നല്ല ബന്ധം ഉണ്ടായി. ഈ ഒരു വിഷയമായതുകൊണ്ടാണ് NSSന്റെ കാര്യം ഞാൻ പറയുന്നത്. മറ്റ് സമുദായ സംഘടനകളുടെ പേര് പറയാത്തതുകൊണ്ട് ഇനി തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ NSSുമായി എല്ലാ കാലത്തും നല്ല ബന്ധമാണ്, നല്ല കമ്മ്യൂണിക്കേഷനാണ്. ചിലപ്പോൾ ഇണക്കങ്ങളോ പിണക്കങ്ങളോ ചിലപ്പോൾ ചില പരിഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് തീർക്കാൻ നല്ല ബോധ്യവും നല്ല ധാരണയും ഉള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിലുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാടിനെ അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കണം അത്തരത്തിലൊന്നും ഇവിടെ ആരും ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടോ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഒരേ അഭിപ്രായമാണുള്ളത്. ഇവിടെ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞല്ലോ NSSന് വന്ന ബോധ്യത്തെക്കുറിച്ച് താങ്കൾ ചോദിക്കേണ്ട. ഞാനല്ല പറഞ്ഞത്, താങ്കളുടെ സംസാരത്തിൽ നിന്ന് വന്നതാണ്. NSSന് ഏത് തരത്തിലാണ് അത്തരത്തിൽ മറിച്ച് ബോധ്യപ്പെടാനുള്ള എന്ത് സാഹചര്യമാണ് ഉള്ളത്? ഇപ്പം തന്നെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ കേസുകളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാട്, ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് ഇപ്പോഴും പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് CPMന്റെ പ്രതിനിധികൾ ചർച്ചയ്ക്കുണ്ടായിരുന്നു. ഞാനും ഇന്നലെ ഒരു ചർച്ചയ്ക്ക് പോയിരുന്നു. ഈ ചോദ്യത്തിനൊന്നും അവർ മറുപടി പറയുന്നില്ല. 2007 എന്താണോ എടുത്ത നിലപാട്, ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്ലീഡർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അതാണ് ആ ജഡ്ജ്മെന്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നെടുത്ത നിലപാട് യുവതീ പ്രവേശത്തിന് അനുകൂലമാണ്, ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്, സ്ത്രീകൾക്ക് അവിടെ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും, അത് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഏത് കാര്യത്തിൽ വന്ന മാറ്റത്തിലാണ് വിശ്വാസം? ഇപ്പോൾ വാക്കാൽ പറയുകയാണ് ഞങ്ങൾ ആചാര ലംഘനം നടത്തില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഗവൺമെന്റ് എങ്ങനെയാണ് പറയേണ്ടത്? ഒരു സർക്കാർ പറയേണ്ടത്. ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ അവിടെ നിൽക്കുന്നു, ആ റിവ്യൂ പെറ്റീഷനിൽ ഒരു നിലപാട് പറയാൻ തയ്യാറാണ്. ഇപ്പം നമ്മുടെ ജയദീപ് എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ജയദീപ് എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ പേരാണ് നമ്മുടെ ഓർഡറിൽ വന്നിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2007 അതേ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അത് മാറ്റി
പറയാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അതിന് മറുപടി പറയാനില്ല. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലും നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, സാധാരണ ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു നിലപാട് മാറ്റവും ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് 10ാമത്തെ വർഷം ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, വികസന പ്രവർത്തനത്തിനാണ് എന്ന് പറയുന്നു. എന്ത് വികസന പ്രവർത്തനമാണ് അവിടെ ചർച്ച ചെയ്തത്? ഈ കാലം ഇത്രയും, ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് എന്ത് വികസനമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്? പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം ശബരിമലയിലുണ്ട്. അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകാതെ പെട്ടെന്നൊരു യു ടേൺ, ആ വാക്ക് ഞാൻ ഉപയോഗിച്ചല്ലോ, യു ടേൺ NSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇത്രയേറെ ഇതിലൊരു എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച ആകാംക്ഷ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. അതല്ലാതെ വളരെ ഈ പറയുന്നത് പോലെ ഓരോ കാലങ്ങളിലായി ഉണ്ടായ മാറ്റമോ ഓരോ കാലങ്ങളിലുണ്ടായ അഭിപ്രായ സമവായമോ ഐക്യമോ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പുതിയ പിന്തുണ എന്ന നിലയ്ക്കാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യങ്ങളെ ഉണ്ടാവില്ല. NSSന് ഈ സമയത്ത് CPM-നോട് പെട്ടെന്ന് ഇത്രയും കാലം അങ്ങ് പറഞ്ഞതുപോലെ ഒരു മാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിലുണ്ടാകുന്ന മാറ്റം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആകാംക്ഷ. ഞാനും അങ്ങും പറഞ്ഞ ഒന്ന് തന്നെയാണ്. അല്ല, അതെ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവർക്കത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോഴും NSSന്റെ ഉള്ളിൽ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുവാനോ പറയുവാനോ ഞങ്ങൾ ആളുകളല്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല അത് പറയേണ്ടത്. അത് അവരാലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അവരാലോചിച്ച് തീരുമാനിക്കട്ടെ. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ അകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈ ആചാരത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിലപാട് മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് 3 ചോദ്യങ്ങൾ ചോദിച്ചു. അത് ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം, ഇപ്പൊ ഈ നിയമസഭാ സമ്മേളനത്തിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 4.5 കിലോ സ്വർണം കാണുന്നില്ല. കൊള്ളയും കൂടി അവിടെ നടന്നു. അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താനുള്ള സൗകര്യമില്ല ശബരിമലയിൽ എന്നതിലൊക്കെ അപ്പുറമായിട്ട് അവിടെ 4.5 കിലോ സ്വർണം കാണുന്നില്ലെന്നേ. 1 വർഷക്കാലമാണ് അത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല, അന്വേഷണമില്ല. അതിനെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുന്നില്ല ഗവൺമെന്റ്. എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും എന്ന് പറയുന്ന സ്പീക്കർ അത് അനുവദിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെ എന്താണ് സംഭവിച്ചത്? ഇതറിയാൻ ഇവിടുത്തെ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാം. താങ്കൾ ചോദിച്ച ശരിയായ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് നടത്താൻ കഴിയാത്തത്? ഇപ്പോൾ പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു പറഞ്ഞു അത് ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളാം. അത് നമുക്ക് പാർട്ടി മീറ്റിംഗിൽ പറയാം. വേണ്ട സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ വിശ്വാസികളോട് നിങ്ങൾ കൊടുത്തൊരു ഉറപ്പുണ്ട്, നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞു. അന്ന് നാമജപ ഘോഷയാത്രകളോടൊപ്പം BJP കൂടുമ്പോൾ അവർ പറഞ്ഞത്, അവരുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചത് നിയമനിർമ്മാണം നടത്തുമെന്നാണ്. അത് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റും, അത് ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് പറ്റും. ഇത് കോൺഗ്രന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് നിയമനിർമ്മാണത്തിനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ ഈ 2 ഗവൺമെന്റുകളും ഇത്തരം കാര്യങ്ങൾക്ക് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ കബളിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ കബളിപ്പിച്ചിരിക്കുന്ന അവരാണ്. ഇപ്പോൾ 2026 ഒരു തെരഞ്ഞെടുപ്പ്. വിശ്വാസികളുടെ കാര്യത്തിൽ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്, വിശ്വാസികളുടെ കാര്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസോ BJPക്കോ CPM-നോ എടുക്കാൻ കഴിയുന്നതിനേക്കാൾ ആധികാരികമായ നിലപാട് പറയാൻ കഴിയുന്നത് സാമുദായിക ശക്തികൾക്കാണ്, അല്ലെങ്കിൽ സാമുദായിക വിഭാഗങ്ങൾക്കാണ്, അതിന്റെ നേതൃത്വത്തിനാണ് എന്നൊക്കെ ഉള്ളതാണല്ലോ നമ്മുടെ ഒരു പൊതുവെപ്പ്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോൾ NSS പറയുന്നത് സർക്കാരിന് വിശ്വാസമുണ്ട്, സർക്കാർ ആചാര ലംഘനത്തിന് സാധ്യമാകുന്ന സാഹചര്യത്തിൽ പോലും അത് ചെയ്തില്ല. പക്ഷേ കോൺഗ്രസ് കബളിപ്പിച്ചു, BJP നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതാണ്. അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആകാംക്ഷ പെട്ടെന്ന് ഉണ്ടാക്കുകയും ഈ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തു. ഇടവേള, തിരിച്ചു വരാൻ മറ്റുള്ളവർക്ക് തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ പ്രമോദ് പുണങ്കര, ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ, വടകര തെരഞ്ഞെടുപ്പിലൊക്കെ ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കേരളത്തിൽ സംഭവിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉള്ള സമയം അടുക്കുമ്പോൾ ഭൂരിപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പുതിയ അലയൊലികൾ ഉണ്ടാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇതിനുള്ളിൽ നിന്നൊരു മോചനമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഇങ്ങനെ സാമുദായിക രാഷ്ട്രീയത്തെ ഇത്തരത്തിൽ പ്രലോഭനത്തിലൂടെ, ഇത്തരത്തിൽ പ്രകടമായ താല്പര്യ പ്രഖ്യാപനത്തിലൂടെ സ്വാധീനിക്കുന്നത് എത്ര കണ്ട് നന്നായിരിക്കും?
അല്ല, ഇത് കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിമോചന സമരക്കാലം തൊട്ട് കേരള രാഷ്ട്രീയത്തെ ഏറ്റവും പ്രതിലോമകരമായി ബാധിക്കുന്ന എല്ലാ പ്രവണതകളും വീണ്ടും അതിശക്തമായും അതിരൂക്ഷമായും തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ അത് നിലവിലുള്ളതിനേക്കാൾ ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന പാർട്ടികൾ അതിൻ്റെ എല്ലാ ജീവകോശങ്ങളിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി പൊഴിച്ചു കളയുകയും എങ്ങനെയാണോ കോൺഗ്രസും അതുപോലുള്ള മറ്റു പാർട്ടികളും ചെയ്തത് അതിനേക്കാൾ മിടുക്കോടുകൂടി ഈ സാമുദായിക വർഗീയ രാഷ്ട്രീയം പയറ്റുകയും ചെയ്യുന്ന ഒരു ഗതികേടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം തന്നെ നോക്കൂ, ഈ CPIM-ന്റെ പുതിയ നിലപാടിനോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല, അവർ ഈ പാതയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് BJP-യുടെ വക്താവ് പറയാവുന്ന തരത്തിൽ, BJP-യുടെ അഭിനന്ദനം ഏറ്റുവാകുന്ന തരത്തിലേക്ക് CPIM-ന്റെ നേതൃത്വവും അവരുടെ നിലപാടും എത്തുന്നത് തന്നെ എന്താണ് കാണിക്കുന്നത്? അതായത് നിങ്ങൾ ചുവന്ന കൊടിയിൽ പൊതിഞ്ഞ് നിങ്ങൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മൃദുരൂപം, കോൺഗ്രസിനെയൊക്കെ മുമ്പ് ആക്ഷേപിച്ചിരുന്ന പോലെ, ശരിയായി ആക്ഷേപിച്ചിരുന്ന പോലെ മൃദു ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു രൂപം ജനങ്ങൾക്ക് വിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഇവിടെ മാധു പറഞ്ഞ പോലെ നിലമ്പൂരും പാലക്കാടും മാത്രമല്ല, എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഈ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ കച്ചവടം കണ്ടിട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടിക്കും ഈ സാമുദായിക രാഷ്ട്രീയ നേതാക്കളെയും സമുദായ രാഷ്ട്രീയത്തെയും തള്ളിപ്പറയുന്നതിനോ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള രാഷ്ട്രീയ ജനാധിപത്യ ശേഷിയില്ലാതെ വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് എന്താ പറയുന്നത്? ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ സ്ത്രീകളുടെ തുല്യാവകാശത്തെക്കുറിച്ച് ഭരണഘടനാപരമല്ല, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നിലനിൽക്കുന്നതല്ലാത്തൊരു വിവേചനമാണ് അവിടെയുള്ളത് എന്നുള്ള സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഒന്നും അവർ പറയാൻ തയ്യാറില്ല. അവരാകെ ആചാര ലംഘനത്തിന് 2 കൊല്ലത്തെയോ മറ്റോ തടവ് ശിക്ഷ നൽകും എന്ന് വാഗ്ദാനം ചെയ്തൊരു കക്ഷിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരേ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തിലെ മനുഷ്യരെ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ളൊരു സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിലേക്ക് കൊണ്ടുപോവുകയും അതിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടത്ര സാധനങ്ങൾ മുറിച്ചെടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഷൈലോക്കുമാരായിട്ടാണ് ഇവരിവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ മന്നത്ത് പത്മനാഭൻ്റെയും NSSൻ്റെയും SNDPയുടെയും എല്ലാം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് നീളുമ്പോൾ മന്നത്തിൽ നിന്ന് സുകുമാരൻ നായരിലേക്കും R ശങ്കറിൽ നിന്ന് വെള്ളാപ്പള്ളിയിലേക്ക് നീടുമ്പോൾ കൂടുതൽ മോശമായതേ വരുന്നുള്ളൂ. ഈ മന്നത്ത് പത്മനാഭനെയും NSSനെയും സാധൂകരിക്കുകയാണ് CPM എന്ന് പറയുമ്പോൾ അവർ ഓർക്കേണ്ടതൊന്ന്, ഈഴവർ പന്നി പെറ്റ പോലെ പെരുകുകയും മന്ദബുദ്ധികളാണ് എന്നും ഈഴവരെ കുറിച്ച് പറയുകയും അവർക്ക് കൊടുത്ത സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ ശാസ്താംകോട്ടയിലെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. RSS ആണ് ഹിന്ദുക്കളുടെ ഭാവി എന്ന് 1957 പറഞ്ഞ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. ആ മന്നത്ത് പത്മനാഭനെ കൊണ്ടു നടക്കുന്ന NSSലെ മന്നത്ത് പത്മനാഭനെ സാമൂഹ്യ നവോത്ഥാന നായകനായിട്ട് CPM അംഗീകരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, രാഷ്ട്രീയ അവസരവാദത്തിൽ അവർ ആകെ മുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കൾക്ക് സ്വതന്ത്ര വായു ശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഓടിപ്പിടിച്ചാദരിക്കുകയാണ് പിണറായി വിജയൻ. ഓടിപ്പിടിച്ചാദരിക്കുകയാണ്. ഈ സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയ വെറുപ്പ്, മുസ്ലിം വിദ്വേഷം നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ജിഹ്വയായി മാറിയ വെള്ളാപ്പള്ളി നടേശൻ സഞ്ചരിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയത് നമ്മളടക്കം നികുതി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ കാറിലിരുന്ന് മുഖ്യമന്ത്രിയാണ് കൊണ്ടുവന്നിരുത്തുന്നത്. ഞാൻ പറയുന്നത് ഈ സാമുദായിക രാഷ്ട്രീയ പ്രീണനത്തിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ കച്ചവടത്തിൻ്റെ കൂടി ഏറ്റവും അശ്ലീലമായ ദൃശ്യങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അതിൽ ഇവിടുത്തെ പ്രമുഖ മുന്നണികൾക്കൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഗതി. ഇവർക്കാർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഏത് വർഗീയതയും നന്ന് എന്നുള്ളതാണ് ഇവിടുത്തെ മുന്നണികളുടെ നിലപാട്. ഇത് ഇത്രയൊക്കെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ NSSനെ ഈ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് CPMന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്നീതിയുടെയും CSDSൻ്റെയും ഒക്കെ സർവേയിൽ കാണിക്കുന്നത്, വോട്ടെടുപ്പിന് ശേഷമുള്ള പഠനങ്ങളിൽ കാണിക്കുന്നത് ഏതാണ്ട് 43% നായർ വോട്ടുകൾ BJPക്ക് എത്തിപ്പോയി.
അതിനുശേഷമുള്ള 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ കൂടുതൽ വോട്ടുകളാണ് ബി ജെ പി കിട്ടിയത്. നായന്മാരിൽ പകുതിയോളമോ അതിൽ ഭൂരിഭാഗമോ ബി ജെ പിയുടെ വോട്ട് പട്ടികയിലാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈഴവരുടെ വോട്ട് CPM നിന്നും കുറഞ്ഞു വരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ സവർണ വോട്ടുകളും മധ്യവർഗ ഹിന്ദു വോട്ടുകളും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ ഹിന്ദുത്വയോട് മുട്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് മൃദു ഹിന്ദുത്വം പരീക്ഷിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണോ അയോധ്യയിൽ ശിലാന്യാസം അനുവദിക്കുകയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളെയും ഹിന്ദുത്വയെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അതേ ചരിത്രാബദ്ധം കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആവർത്തിക്കുകയാണ്. ഈ ചരിത്രാബദ്ധത്തിന് പിണറായി വിജയൻ മാത്രമല്ല കേരളം കൊടുക്കേണ്ടി വരുന്ന ഈ വാചകം കൂടി പറയട്ടെ, കേരളം കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് കോൺഗ്രസ് നിലനിന്ന പോലെ പോലും CPM നിലനിൽക്കില്ല. കാരണം കോൺഗ്രസിന് മൃദു ഹിന്ദുത്വത്തിൻ്റെതായിട്ടുള്ള ഒരു ചരിത്ര ധാരയുണ്ട് അതിനുള്ളിൽ. അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് അതിനുള്ളിൽ. അതിന് വേണമെങ്കിൽ വളഞ്ഞു പോകാവുന്ന മറ്റ് ചില വഴികളുണ്ട്. ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ കൈയൊഴിയുകയും മൃദു ഹിന്ദുത്വത്തിനെ കൈയാളുകയും ചെയ്തു കഴിഞ്ഞാൽ CPM ചരിത്രത്തിൻ്റെ പാതാളങ്ങളിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. പലസ്തീൻ വിഷയത്തിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരിട്ട പലസ്തീൻ വിഷയത്തിൽ അത് നടന്നില്ല എന്ന് വന്നപ്പോൾ ഇസ്ലാമോഫോബിയയുടെ പുതിയ രൂപങ്ങളെ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM കൊണ്ടുനടക്കുന്നത്. ഇത് ഓക്കെ, ഞാൻ ഇടപെടുകയാണ്. ശ്രീ പ്രമോദ് പുഴങ്കൽ അതിദീർഘമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത് കൊണ്ട് ഇടപെടാതിരുന്നതാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ കോൺഗ്രസിന് അങ്കലാപ്പുണ്ട്, കോൺഗ്രസിന് ആശങ്കയുണ്ട്, കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്നൊക്കെയാണ് CPM ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായി ഉയർത്തുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഞാൻ CPMന്റെ ചോദ്യം എന്നാണ് പറഞ്ഞത് എന്നങ്ങ് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. ശ്രീ ഉല്ലാസ് ബാബു, പക്ഷേ ഇത് ഭൂരിപക്ഷ വോട്ടിനെ ലക്ഷ്യമിട്ടുള്ളതാണ് CPMന്റെ ഈ നിലപാടുകൾ എന്ന രാഷ്ട്രീയ വിമർശനം ഉയരുമ്പോൾ അതിൽ BJPക്ക് അങ്ങ് നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് ആകുലതയില്ല, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു ഞെട്ടലുമില്ല, പൊട്ടലുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ CPM ഭൂരിപക്ഷ വോട്ടിനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത്തരം സാമുദായിക സമവാക്യങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് എങ്കിൽ BJP അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞു രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജേക്കബ് ജോർജ് സാറ് ശരിയാണെന്നേ, കേരളത്തിലെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി കലങ്ങി മറിഞ്ഞിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എനിക്കും അറിയാം, ജേക്കബ് ജോർജ് സാർക്കും അറിയാമല്ലോ. ആ രാഷ്ട്രീയം കലങ്ങി മറിയുമല്ലോ, അങ്ങനെയല്ലേ മാറ്റങ്ങൾ ഉണ്ടാവുക. ആ മാറ്റങ്ങൾ ഉണ്ടാകപ്പെടുന്നത് ജേക്കബ് ജോർജ് സാർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പിന്നാമ്പുറങ്ങളും അങ്ങേക്ക് അറിയാം, കാരണം അങ്ങ് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. മാധവന് സ്വാഭാവികമായിട്ടൊക്കെ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ വളരെ കൃത്യമല്ലേ. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആവശ്യം? അവർക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എന്ന് മാത്രമല്ല ഹിന്ദു സമൂഹത്തിൻ്റെ, ആ പദം തന്നെ എടുത്തു പറഞ്ഞു, ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് പോയി തുടങ്ങി. അവരുടെ ബേസ് വോട്ടായിരുന്നു, ഒരു വോട്ടായിരുന്നു അത് പോയി തുടങ്ങി എന്ന് പറഞ്ഞ സമയത്ത് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു നാടകം, രാഷ്ട്രീയ നാടകമായിട്ടാണ് അവർ വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അയ്യപ്പനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നും പറഞ്ഞിരുന്നത്. ആ വിശ്വാസി സമൂഹത്തിനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയും ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും ഇവർ നടത്തിയൊരു ശൈലിയാണത്. ഒപ്പം തന്നെ ഇവരിനിപ്പോൾ ന്യൂനപക്ഷ സമ്മേളനം നടത്തുന്നു. എന്തിനാണ് ന്യൂനപക്ഷ സമ്മേളനം നടത്തുന്നത്? അത് അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ. ഇത് പണ്ട് EMS നടപ്പിലാക്കിയിട്ടുള്ളതാണ്. പണ്ട് ശരീഅത്ത് നിയമത്തിനെതിരെ അദ്ദേഹം രംഗത്ത് വരികയും അതേപോലെ തന്നെ 2, 3, 4 കിട്ടുന്നതിനെതിരെ രംഗത്ത് വരികയും ഒപ്പം തന്നെ ഇപ്പുറത്ത് ശബരിമല കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത നിലപാടിനെതിരെ ഇപ്പുറത്ത് രംഗത്ത് വരികയും അങ്ങനെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ക്രിസ്ത്യൻ സമൂഹം മുസ്ലിം സമൂഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കും, ഇപ്പുറത്ത് വേറെ ഒരു സംഭവം ഉണ്ടാക്കും. അങ്ങനെ ഇത് മാറ്റി മറിച്ച് ഈ മുച്ചിട്ട് കളി തുടങ്ങിയിട്ട് ഇന്നേലും തുടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിങ്ങനെ അവർ കാലാകാലമായിട്ട് ആവശ്യാനുസരണം ഇങ്ങനെ പുട്ടിന് പേരിടുന്ന ജാതി അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ടിട്ട് അതിന് പുതിയ പേര് കണ്ടെത്തും. ഗോവിന്ദൻ മാഷുമാർ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പേരുകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. പിന്നെ പ്രമോദ് പുഴങ്കര പറയുന്ന ഒരു കാര്യം, പ്രമോദ് പുഴങ്കരയുടെ വാക്കുകൾ കേട്ടാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊട്ടയാണ്, എല്ലാവരുടെയും ശൈലികൾ പൊട്ടയാണ്, പല രീതികളും പൊട്ടയാണ്, ഒക്കെ ശരിയാണ്. അങ്ങനെയാണ് ഈ പ്രമോദ് പുഴങ്കരെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശൈലികളെ പരിപൂർണ്ണമായി എതിർത്തുകൊണ്ട് അതല്ല ശരിയെന്ന് പറയപ്പെടുന്നവർ 140 മണ്ഡലത്തിലും മത്സരിച്ച് 140 മണ്ഡലത്തിലും വിജയിച്ച് അവർ തന്നെ മുഖ്യമന്ത്രിയും അവർ തന്നെ 21 മന്ത്രിമാരുമായിട്ട് അങ്ങനെ അഭിനയിച്ചാൽ പോരാ, പ്രശ്നം തീർന്നല്ലോ. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളോടൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പല്ലേ പറഞ്ഞത്, ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, വാർഡ് പഞ്ചായത്തിലേക്ക് ഒന്ന് മത്സരിക്കുന്നേ, ഫ്ലോറിൽ ഇറങ്ങിയിട്ട് നിങ്ങളൊന്നും ജയിക്കേ, നിങ്ങളൊന്ന് മത്സരിച്ച് രംഗത്ത് വാ. ഇത് അല്ലെങ്കിൽ
പരാജയപ്പെട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ മത്സരിച്ച് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറ, നിങ്ങൾ എത്ര കാലമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി? വർഗീയവാദം, ഹിന്ദുവാദം, ആ മിതത്വം, ഈ മിതത്വം, വെറുതെ ചക്ക ചുക്ക ചുണ്ണാമ്പെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ പദ്ധതികളിൽ കൃത്യമായി തന്നെ ഇന്ത്യ വികസിച്ചിട്ടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് മധുവിന് പറയാൻ സാധിക്കും. ഭാരതത്തിന്റെ വികസനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു സർക്കാരിന്റെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രവർത്തിച്ചിട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ വെറുതെ ഇരുന്നിങ്ങനെ കലക്കുകയാണ്. BJPയോട് ഇഷ്ടമല്ല, മോദി സർക്കാരിന് ഇഷ്ടമല്ല, അപ്പൊ വെച്ച് കലക്കാണ്. അതിൽ ഇങ്ങനെ പീരിട്ടും എന്താ ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം, രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ നയത്തിനെയും വിമർശിക്കാൻ ഏത് പൗരനും, വോട്ടവകാശം ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏത് പൗരനും അവകാശമുണ്ട്. അതിന് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം വേണം, തെരഞ്ഞെടുപ്പിൽ നിൽക്കണം, മത്സരിക്കണം, ജയിക്കണം എന്നുള്ള അവകാശവാദങ്ങളൊക്കെ വളരെ ബാലിശമാണ്. അങ്ങനെയൊന്നുമല്ല. രാജ്യത്തെ ഏത് പൗരനും രാഷ്ട്രീയ വിമർശനം നടത്താം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പെരുന്നയിൽ നിന്ന് വരുന്ന ശരിദൂരം ആർക്ക് ശരിയാകും, ആർക്ക് ശരികേടാകും എന്നുള്ളത് കൗതുകകരമാണ്. വലിയ സമയമില്ല, തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കുന്നതിനാൽ. വളരെയധികം നന്ദി പാലസ്കൾക്ക് പ്രേക്ഷകർക്ക്.